ഹായ് ഹലോ ഗേസ് നമ്മളിന്ന് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്നും അറിയപ്പെടുന്നത് എന്താണ്? ലോ ഓഫ് ദ ലാൻഡ്സ്, ഭൂമിയുടെ നിയമം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനെ പരാമർശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലിഖിത ഭരണഘടന എന്നും അലിഖിത ഭരണഘടന എന്നും. ലിഖിത ഭരണഘടന എന്നാൽ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കിയതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലിഖിത ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ലിഖിത ഭരണഘടനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലിഖിത ഭരണഘടന എന്നാൽ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കാത്തതിനെയാണ് അലിഖിത ഭരണഘടന എന്നറിയപ്പെടുന്നത്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് എന്നിവയെല്ലാം അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് ബ്രിട്ടീഷ് നിയമങ്ങളാണ് കമ്പനി റൂളും അതുകണക്ക് തന്നെ ക്രൗൺ റൂൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നിയമങ്ങളാണ് കമ്പനി റൂളും ക്രൗൺ റൂളും. കമ്പനി റൂൾ എന്നറിയപ്പെടുന്നത് 1773 മുതൽ 1858 വരെയുള്ള കമ്പനി നേരിട്ട് ഇവിടെ റൂളും ചെയ്യുന്ന ടൈമിലെ റൂൾസിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? കമ്പനി റൂൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്ന സമയം മുതൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ്, അത് റിവോൾട്ട് ഓഫ് 1857 വരെ ഉണ്ടായിരുന്ന റൂൾസിനെ എല്ലാം കൂടെ ചേർത്ത് കമ്പനി റൂൾ എന്നറിയപ്പെടുന്നു. അതിനുശേഷം ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാറിന് ശേഷം കമ്പനി മാറി പകരം മറിച്ച് ക്യൂൺ അല്ലെങ്കിൽ അവിടുത്തെ കിങ്ഡം നേരിട്ട് ഇന്ത്യയെ ഭരിക്കുന്ന ടൈമിലുണ്ടാവുന്ന നിയമങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ക്രൗൺ റൂൾ എന്നറിയപ്പെടുന്നു. 1858 മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈം വരെയുള്ള നിയമങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ക്രൗൺ റൂൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ കമ്പനി റൂളിൽ ഉൾപ്പെട്ട പ്രധാന നിയമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞു എന്താ കമ്പനി റൂൾ എന്ന് പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിക്കുന്ന ടൈമിൽ ഉണ്ടായിട്ടുള്ള റൂൾസിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്ന കമ്പനി റൂൾസ് എന്ന് പറയുന്നത്. അതിൽ 7 എണ്ണമുണ്ട്. ഇപ്പോൾ പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, അമെൻമെൻറ്റ് ആക്ട് 1786, ചാർട്ടർ ആക്ട് 1793, ചാർട്ടർ ആക്ട് 1813, ചാർട്ടർ ആക്ട് 1833, ചാർട്ടർ ആക്ട് 1853. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനി റൂളിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, അമെൻമെൻറ്റ് ആക്ട് 1786, ചാർട്ടർ ആക്ട് 1793, ചാർട്ടർ ആക്ട് 1813, ചാർട്ടർ ആക്ട് 1833, ചാർട്ടർ ആക്ട് 1853. ഓക്കെ. റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണവും രാഷ്ട്രീയ നിയന്ത്രണ രേഖകളും പരാമർശിക്കുന്ന ഒരു ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. അത് കണക്ക് തന്നെ ഇന്ത്യയുടെ കേന്ദ്രീകരണ ഭരണത്തിന് അടിത്തറ പാകിയ ഒരു ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. അത് കണക്ക് തന്നെ ഗവർണർ ഓഫ് ബംഗാൾ എന്നത് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. അപ്പോൾ ഗവർണർ ഓഫ് ബംഗാൾ എന്നത് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ആയി മാറിയത് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫസ്റ്റ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അത് കണക്ക് തന്നെ ഫസ്റ്റ് സുപ്രീം കോർട്ട് വരുന്നു 1774 കൽക്കട്ടയിൽ. അപ്പോൾ ഇതൊക്കെയാണ് റെഗുലേറ്റിംഗ് ആക്ടിനകത്ത് വരുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണവും രാഷ്ട്രീയ നിയന്ത്രണ രേഖകൾ ഇതിൽ പരാമർശിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്രീകരണ ഭരണത്തിന് അടിത്തറയിട്ടു. ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ഫസ്റ്റ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഫസ്റ്റ് സുപ്രീം കോർട്ട് കൊൽക്കട്ടയിൽ വരുന്നു 1774. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെടുകയുണ്ടായി പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം. പിന്നെ പറയുന്നത് അമെൻമെൻറ്റ് ആക്ട് 1786. അമെൻമെൻറ്റ് ആക്ട് 1786 എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് കോൺവാലിസ് പ്രഭു 1784 എന്ത് ചെയ്ത് ബംഗാൾ ഗവർണറായി നിയമിതനായി. 1787 1784 കോൺവാലിസ് പ്രഭു ബംഗാൾ ഗവർണറായി നിയമിതനായി. അയാൾക്ക് കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി നൽകുകയും ചെയ്തു. അമെൻമെൻറ്റ് ആക്ട് 1786. 1784 ലോർഡ് കോൺവാലിസ് ബംഗാൾ ഗവർണറായി നിയമിതനായി. കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി നൽകുകയും ചെയ്തു. ഇനി ചാർട്ടർ ആക്ട് 1813 1813 ചാർട്ടർ ആക്ട് വ്യക്തികളുടെ മേൽ നികുതി ചുമത്തുവാൻ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തു. ചാർട്ടർ ആക്ട് 1813 പ്രകാരം. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെടുകയുണ്ടായി പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം. അമെൻമെൻറ്റ് ആക്ട് 1786
1786 അമെൻമെൻ്റ് ആക്ട് 1784 ലോർഡ് കോൺവാലിസ് ബംഗാൾ ഗവർണറായി നിയമിതനായി. കമാൻഡർ ഇൻ